കുറേ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. അദ്ദേഹം പറയാണ്, ലം നഹ്ഫളു മിൻഹു ഷൈഅൻ, അതിൽ നിന്ന് ഒന്നും ഞങ്ങൾ മനപ്പാഠമാക്കിയിട്ടില്ല. അങ്ങനെ മനപ്പാഠമാക്കാൻ കഴിയാതെ കുറേ അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറയാണ്, അങ്ങനെ ഞങ്ങൾക്ക് മനപ്പാഠമാക്കാനൊന്നും സാധിക്കാത്തത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ ദുആ ചെയ്തപ്പോൾ ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, അഥവാ സ്വഹാബിമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ദഅൗത, അങ്ങ് ദുആ ചെയ്തുവല്ലോ, ദഅൗത, അങ്ങ് ദുആ ചെയ്തു, ബി ദുആഇൻ കസീരിൻ, ധാരാളം ദുആ ഇവിടുന്ന് ദുആ ചെയ്തല്ലോ, ലം നഹ്ഫള് മിൻഹു ഷൈഅൻ, അതിൽ നിന്ന് യാതൊന്നും ഞങ്ങൾക്ക് മനപ്പാഠമായിട്ടില്ല. അപ്പൊ ഇനി ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച കൂലി കിട്ടാൻ എന്താണ് ഇനി നിവൃത്തി? അതൊന്നും പലതും ഞങ്ങൾക്ക് ബൈഹാർട്ടാക്കാൻ പറ്റിയിട്ടുമില്ല. അപ്പൊ എന്താ ഇനി ചെയ്യാ? അങ്ങ് ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്, അതിലെ പലതും ഒന്നും ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ അല്ലെങ്കിൽ മനപ്പാഠമാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് അവരോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ദല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയിച്ചു എന്നാണ്. യദുല്ലു, അറിയിക്കും, അദുല്ലു, ഞാൻ അറിയിക്കുക. അപ്പൊ അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അലാ മാ യജ്മഉ ദാലിക കുല്ലഹു, ഞാൻ ആ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും ഉൾക്കൊള്ളുന്ന ഒരു കാര്യം ഞാനണ്ട് അറിയിച്ചു തന്നാലോ? എന്നാ നിങ്ങൾ അത് ചോദിച്ചാൽ ഞാൻ ചോദിച്ചതൊക്കെ നിങ്ങൾ ആ ചോദ്യത്തിൽ വരും. ഞാൻ എന്തിൽ നിന്നൊക്കെ അള്ളാഹിനോട് കാവൽ തേടിയോ അതിൽ നിന്നൊക്കെ കാവൽ തേട്ട നിങ്ങളുടെ ഈ ഒരു പ്രാർത്ഥനയിൽ അടങ്ങിക്കോളും. അങ്ങനത്തെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദുആ, ഞാൻ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ദുആ, അതിനെ എല്ലാം ഉൾക്കൊള്ളാവുന്ന അർത്ഥവിശാലതയുള്ള ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയും എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തഖൂലു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ. ഇനിയാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഊദു ബിക മിൻ ശർരി മാ ഇസ്തആദക മിൻഹു നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻതൽ മുസ്തആനു വഅലൈകൽ ബലാഗ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ദുആ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, എന്താ ചോദിക്കുന്നത്? മിൻ ഖൈരി, നന്മകളിൽ നിന്ന്. ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹ്. ഏതൊക്കെ നന്മ? മാ സഅലക മിൻഹു, ആ ഖൈറിൽ നിന്ന് നിന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ഖൈറിൽ നിന്ന് നിന്നോട് ചോദിച്ചിരിക്കുന്നു. ആര്? നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ലാം ഖൈറിൽ നിന്ന് നിന്നോട് ചോദിച്ചിട്ടുണ്ടോ ആ ഖൈറുകളൊക്കെ നിന്നോട് ഞാനും ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അള്ളാഹിനോട് ചോദിച്ച എല്ലാ നല്ല കാര്യവും അതിലാണ്ട് വിട്ടു. ഓരോന്നോരോ നിങ്ങൾ മനപ്പാടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ദുആ അത് അങ്ങനെ അത് പഠിക്കാലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം, അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മിൻ ശർരി, തിന്മയിൽ നിന്ന്. ഏതെല്ലാം തിന്മകൾ? മസ്തആദക, ഇസ്തആദ എന്ന് പറഞ്ഞാൽ അഭയം തേടി എന്നാണ്. ഇസ്തആദക, നിന്നോട് അഭയം തേടി. മിൻഹു, ആ ശർറിൽ നിന്ന്. ആര്? നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ലാം തിന്മകളിൽ നിന്ന് നിന്നോട് കാവൽ തേടിയോ അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇപ്പം രണ്ട് ഭാഗമായി, ഖൈറും ചോദിച്ചു, ഷെറും ചോദിച്ചു. അള്ളാഹിൻ്റെ റസൂൽ ദീർഘമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനകൾ സഹാബികൾ കേട്ടപ്പോൾ ഒക്കെ കൂടി മനപ്പാടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു മാർഗമാണിത്.
അല്ലാഹുവേ, നിന്റെ നബി നിന്നോട് ചോദിച്ച നന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ നബി നിന്നോട് ഏതെല്ലാം തിന്മകളിൽ നിന്ന് കാവൽ തേടിയോ ആ തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നല്ല അർത്ഥമുള്ള ആശയമുള്ള ഹദീസാണ്. സമാനമായ വേറെയും റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശർരി മാ ആദ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുക എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന വേറെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എല്ലാം കൂടെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഈ പ്രാർത്ഥനയൊക്കെ കുറച്ച് എഴുതി വെച്ച്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അത്ര പെട്ടെന്നാണ് പഠിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ നോട്ട് ബുക്കിലോ നമ്മുടെ ഫോണിലോ ഒക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ച് കടലാസ് തുണ്ടമാക്കി പോക്കറ്റിൽ വെക്കുകയോ ഒക്കെ ചെയ്ത് നമ്മളിതിങ്ങനെ പഠിക്കുകയാണ് വേണ്ടത്. അപ്പം ഇതിൽ പറയുന്നത് ആശയം ഇതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഊദു ബിക മിൻ ശർരി മസ്തആദക മിൻഹു നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹിനോട് ഏതൊക്കെ ഖൈർ ചോദിച്ചോ ആ ഖൈറിൽ നിന്ന് നിന്നോട് ഞാനും ചോദിക്കുന്നു. നിന്റെ നബി നിന്നോട് ഏതെല്ലാം ഷർറുകളിൽ നിന്ന് കാവൽ തേടിയോ ആ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറയാം. പിന്നെയോ അൻതൽ മുസ്തആൻ. എന്താ അള്ളാഹിനോട് ഖൈർ ചോദിക്കാനും അള്ളാഹിനോട് കാവൽ തേടാൻ കാരണം? വ അൻതൽ മുസ്തആൻ. മുസ്തആൻ എന്ന് പറഞ്ഞാൽ കാവൽ തേടപ്പെടുന്നവൻ, സഹായം ചോദിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. നമ്മൾ പറയുന്നില്ല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പം മുസ്തആൻ, സഹായം തേടപ്പെടുന്നവൻ അല്ലാഹ് മാത്രമാണ്. മനുഷ്യർക്കിടയിൽ പരസ്പരം തേടുന്ന സഹായം അത് അവരവർക്ക് കഴിയുന്ന കാര്യങ്ങളിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, ഇത് മനുഷ്യർക്കാർക്കും കഴിയാത്ത ഭൗതികമായ മാർഗേണയുള്ള ആ നിലക്കുള്ളൊരു സഹായത്തേട്ടം അള്ളാഹിനോടല്ലാതെ ഒരു പടപ്പിനോടും തേടാൻ പാടില്ല. വ അൻതൽ മുസ്തആൻ, നീ മാത്രമാണ് സഹായം തേടപ്പെടുന്നവൻ, അതാണ് മുസ്തആൻ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ പ്രയോഗിക്കും വല്ലാഹുൽ മുസ്തആൻ, വല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു മാത്രമാണ് സഹായം തേടപ്പെടാനായിട്ട് നമുക്കുള്ളത്. റബ്ബിൻ്റെ സഹായം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ സാധാരണ സംസാരങ്ങളിൽ, വല്ലാഹുൽ മുസ്തആൻ. ഇവിടെ പറയുന്നത് എന്താ? വ അൻതൽ മുസ്തആൻ, അല്ലാഹുവേ നീ മാത്രമാണ് സഹായം ചോദിക്കപ്പെടുന്നവൻ. വ അലൈക്കൽ ബലാഗ്, വ അലൈക നിന്റെ മേലാണ് കഴിവുള്ളത്, അൽ ബലാഗ് ഏതൊരു കാര്യത്തിലേക്കും എത്തിക്കുവാൻ. ഞാനെന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കാൻ, എൻ്റെ ഉദ്ദേശമുള്ളപ്പോൾ എനിക്കൊരു കാര്യം അത് ചെയ്യാനേ എനിക്ക് പറ്റുകയുള്ളൂ. അത് അതിൻ്റേതായ ശരിയായ സ്ഥാനത്ത് എത്തിക്കാനും അത് വിജയത്തിലെത്തിക്കാനും അതിൻ്റേതായ പൂർണ്ണമായ അർത്ഥത്തിൽ അത് നിർവഹിക്കാനുമൊക്കെ അതാണ് ബലാഗ്. അത് എത്തിക്കുവാൻ, അതിൻ്റേതായ വിജയത്തിലേക്ക് അത് വിജയം പ്രാപിക്കുവാനൊക്കെ നിന്നെ കൊണ്ടേ പറ്റൂ. വഅലൈക്കൽ ബലാഗ്, നിന്റെ മേലാണ് ആ കാര്യങ്ങൾ യഥാസ്ഥാനത്ത് എത്തുക എന്നുള്ളത്. അത് എത്തിക്കൽ നിന്റെ കഴിവിൽപ്പെട്ടതാണ്. നിന്നോടാണ് സഹായം തേടപ്പെടുന്നത്, നീ മാത്രമാണ് സഹായം തേടപ്പെടാനുള്ളത്. വഅലൈക്കൽ ബലാഗ്, തേടുന്ന കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമൊക്കെ യഥാസ്ഥാനത്ത് എത്തിച്ചു തരുവാൻ കഴിവുള്ള എത്തിക്കുന്നവൻ നീയാണ്. അതാണ് വഅലൈക്കൽ ബലാഗ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ സാധാരണ കേൾക്കുന്ന ദിക്റാണ്. സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധിയാണെന്ന് പറയപ്പെട്ട ദിക്റാണത്. വലാ ഹൗല, ഒരു ശക്തിയുമില്ല, വലാ ഖുവത, ഒരു പവറുമില്ല. ഹൗലും ഖുവത്തും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റലാണ് ഹൗല്. അള്ളാഹിനെ കൊണ്ടേ പറ്റുള്ളൂ. ദുർബലതയിൽ നിന്ന് ബലത്തിലേക്ക്, രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്, ഇങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക്, അറിവുകേടിൽ നിന്ന് അറിവിലേക്ക് ഒക്കെ നമ്മൾ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നീക്കുവാനുള്ള കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ.
വലാ ഖുവത, ഒരു ശക്തിയും ഒരു കഴിവുമില്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഇപ്പോൾ വളരെ ആശയങ്ങൾ ഇതിലും അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. സാധ്യമാകുന്നത്ര നമുക്കൊരുപാട് അവസരങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമല്ലോ. നമ്മളെ ബാങ്കിക്കാമത്തിൻ്റെ ഇടയ്ക്കുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. സുബഹിക്ക് എഴുന്നേറ്റ് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഉംറക്കൊക്കെ പോയാൽ, ഹജ്ജിനൊക്കെ പോയാൽ തവാഫ് ചെയ്യുമ്പോൾ ആ തവാഫിൻ്റെ ഇടയിൽ ഇങ്ങനെ എത്രയോ സമയം കിട്ടും. സഫാ മറുവക്കിടയിൽ ഒരുപാട് സമയം കിട്ടും. അപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനൊന്നുമില്ല എന്ന് തോന്നിപ്പോകും നമുക്ക്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനത് ഇതേ രൂപത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നമ്മൾ കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അർത്ഥവും ആശയമൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിലൂടെ നമുക്ക് നല്ല സമാധാനം രണ്ട് ലോകത്തും അള്ളാഹു പ്രദാനം ചെയ്യും. ഇനി അടുത്ത ഈ അധ്യായത്തിലുള്ള പ്രാർത്ഥനകളുടെ അവസാനത്തൊരു ഹദീസാണ് ഇനി നമുക്ക് കേൾക്കുവാനുള്ളത്. وعن ابن مسعود رضي الله عنه قال كان من دعاء رسول الله صلى الله عليه وسلم اللهم إني أسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിൽ തേട്ടമുണ്ട്. എത്ര കാര്യങ്ങളുണ്ട്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ വൽ ഗനീമത മിൻ കുല്ലി ബിർരിൻ വൽ ഫൗസ ബിൽ ജന്ന വൻ നജാത മിനൻ നാർ. 6 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. ഇതിൻ്റെ സനദിനെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല പണ്ഡിതന്മാരും സഹിഹാണ്, സഹീഹിന്റെ സ്ഥാനത്തെത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന നല്ല ആശയമുള്ള പ്രാർത്ഥന തന്നെയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർ തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്? മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, കാന മിൻ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിൽപ്പെട്ടതായിരുന്നു, റസൂലുള്ളാഹിന്റെ ദുആയിൽപ്പെട്ടതായിരുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മൾ ധാരാളം കേട്ട് പരിചയമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക എന്നുള്ള ഒരുപാട് ദുആകൾ തുടക്കത്തിലുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തിനെ? മൂജിബാതി റഹ്മതിക. മൂജിബാത്ത്, വാജിബ്, ഔജബ, യൂജിബ്, മൂജിബ് നമ്മൾ കേട്ട പരിചയമുണ്ട്. വാജിബ് എന്നൊക്കെ പറയുന്നത് നിർബന്ധം. അപ്പൊ മൂജിബ് എന്ന് പറഞ്ഞാൽ എന്താ? മൂജിബാത്ത്, നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ. എന്ത് നിർബന്ധമാക്കുക? റഹ്മതിക, നിന്റെ റഹ്മത്ത് അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താടാ പറയണത്? ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ് നമുക്ക് റഹ്മത്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റഹ്മത്തിന് നമ്മെ പ്രാപ്തരാക്കുന്ന, അവകാശികളാക്കുന്ന, അർഹരാക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ എനിക്ക് ചെയ്യാനുള്ള തൗഫീക്ക് തരണം എന്ന്. റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടാൻ ആവശ്യമായ, റബ്ബിൻ്റെ റഹ്മത്തിനെ അനിവാര്യമാക്കുന്ന, അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഖുർആനിലോ ഹദീസിലൊക്കെയാണ് പരിധി നോക്കിയാൽ അള്ളാഹു കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ ചെയ്തോളിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടും, നിങ്ങൾക്ക് റബ്ബിൻ്റെ കാരുണ്യം കിട്ടും എന്ന് പറഞ്ഞ കുറേ വിഷയങ്ങളുണ്ട്. എല്ലാം കൂടി നമ്മൾ വിശദീകരിക്കുന്നില്ല. സാമ്പിളിന് ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വഅഖീമുസ്സലാത വഅത്തുസ്സകാത വഅതിഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ നമസ്കാരം സമയത്ത് നിലനിർത്തുവീൻ, വഅത്തുസ്സകാത, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുവീൻ, വഅതിഉർ റസൂല, നിങ്ങൾ റസൂലുള്ളാഹിനെ അനുസരിക്കുകയും ചെയ്യുവീൻ പൂർണ്ണമായും, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും. അപ്പൊ കണ്ടോ, അവിടെ 3 കാര്യം പറഞ്ഞില്ലേ റഹ്മത്ത് കിട്ടാൻ. എന്താ? നിസ്കാരം നേരത്തെ നിർവഹിക്കണം, അത് അതിൻ്റെ കാര്യത്തിൽ കൃത്യതയും കണിശതയും വേണം. പിന്നെയോ സക്കാത്ത് കൊടുത്തു വീട്ടണം, അതിൻ്റെ കാര്യത്തിൽ കണിശതയും കൃത്യമായ കണക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിതത്തിൽ ആത്മീയ മോഡലും നേതാവും റോൾ മോഡലുമായി സ്വീകരിച്ച് അവിടെ അയച്ചുകൊണ്ട് നിരുപാധികം അനുസരിച്ച് നമ്മൾ ജീവിക്കണം.
ആ 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ട് ലഅല്ലക്കും റഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും. അപ്പൊ റഹ്മത്തിനെ അനിവാര്യമാക്കുന്ന 3 കാര്യം ഒറ്റ ആയത്തിൽ പറഞ്ഞില്ലേ. ഇങ്ങനെ ഖുർആനിൽ പലയിടത്തും പല വിഷയങ്ങളും പറയുന്നുണ്ട്. മറ്റൊന്ന് ഞാൻ ഓർക്കുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. നമ്മളോട് പറഞ്ഞൊരു മര്യാദയാണ്. വഇദാ ഖുരിഅൽ ഖുർആനു, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായാൽ, അള്ളാഹിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് കേൾവിക്കാരായ നമുക്കൊരു അദബുണ്ട്. അത് നിർബന്ധ അദബാണ്. വീഴ്ച വരുത്തിയ കുറ്റക്കാരാവും നമ്മൾ. വഇദാ ഖുരിഅൽ ഖുർആനു, ഖുർആൻ ഓതപ്പെടുന്നതായാൽ എന്താ നമ്മളുടെ മേലെ അനിവാര്യത? ഫസ്തമിഉ ലഹു, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. അത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റണം. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യണേ. 2 കാര്യങ്ങളാ പറയണേ. ഖുർആൻ ഓതുന്നത് കേട്ടാൽ ശ്രദ്ധാപൂർവ്വം അത് കേൾക്കണം. അതിൻ്റെ ഇടയിൽ വർത്താനൊന്നും പറയരുത്. ആ 2 മര്യാദ പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നത് എന്താ? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെടും. കേട്ടോ, നമുക്ക് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാനുള്ള 2 കാര്യം അതിൽ പറഞ്ഞു. ഖുർആൻ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം, മിണ്ടാതിരിക്കണം. അപ്പൊ നോക്കി നിങ്ങൾ ആ ഒരു കാര്യമില്ലായില്ലേ. നമ്മൾ അള്ളാഹിനോട് ഇതൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അതിൽ പെടുകയാണ്. അതിനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിൽ വേണം അങ്ങനെ ചോദിക്കുമ്പോൾ. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ കാണാം, അതുപോലെ തന്നെ ആയത്തുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, റബ്ബിന്റെ റഹ്മത്ത് വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. ദോഷബാധ വരാതെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ കാരുണ്യമായ വിശാലതയെ, എൻ്റെ വിശാലമാകുന്ന കാരുണ്യത്തെ ഞാൻ എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മുത്തഖീങ്ങൾക്ക് രേഖപ്പെടുത്തി വെച്ചതാണ് അള്ളാഹിന്റെ കാരുണ്യം പരലോകത്തെ. അപ്പൊ നോക്കൂ നിങ്ങൾ, തഖ്വ റബ്ബിന്റെ റഹ്മത്തിനെ അനിവാര്യമാക്കുകയാണ് നമുക്ക്. ഇനി റഹിമല്ലാഹു എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. കച്ചവടത്തിൽ കൃത്യത പാലിക്കുന്ന, അളത്തത്തിൽ തൂക്കത്തിൽ കൃത്യത പാലിക്കുന്ന, വഞ്ചന കാണിക്കാത്ത, ചതി കാണിക്കാത്ത കച്ചവടക്കാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൊള്ളക്കൊടുക്കകളിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയങ്ങൾ ഹദീസുകളിലേക്ക് കടന്നു നോക്കിയാലും നമുക്ക് റബ്ബിന്റെ റഹ്മത്ത് നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം രാത്രികളിൽ എഴുന്നേൽക്കുന്ന ദമ്പതികൾ ഉറങ്ങുന്ന തൻ്റെ ഇണയെ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുന്നുവെങ്കിൽ, സുബഹിക്ക് എഴുന്നേറ്റിരിക്കുകയാണ്, സുബഹിയുടെയും മുമ്പ് എഴുന്നേറ്റിരിക്കുന്നു, ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു, അവിടെ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ വിളിക്കുകയാണെങ്കിൽ അവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയാണ്, ഇങ്ങനെ ആ ലിസ്റ്റ് കൊണ്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഏത് ലിസ്റ്റ്? റബ്ബിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നമ്മെ അവകാശികളാക്കുന്ന, അതിനെ നമുക്ക് അനിവാര്യമായും ലഭിക്കുവാനുള്ള പ്രവർത്തനങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ റബ്ബേ എനിക്ക് ചെയ്യാനുള്ള തൗഫീക്ക് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഇപ്പം അർത്ഥം മനസ്സിലായില്ലേ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, മൂജിബാതി റഹ്മതിക, നിന്റെ കാരുണ്യത്തെ അനിവാര്യമാക്കുന്ന കാര്യങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതൊക്കെ എനിക്കും ചെയ്യാൻ തൗഫീക്ക് തരണേ എന്നാണ് അതിൻ്റെ ആശയം. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? വഅസായിമ മഗ്ഫിറതിക. അസീമത്ത് അതിന്റെ ബഹുവചനാണ് അസായിമ്, ദൃഢമായും. അസീമത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഉറച്ചത്, അതാണ് അസീമത്ത്. അസായിം നല്ല ദൃഢമായ എന്ത്? മഗ്ഫിറതിക, നിന്റെ മഗ്ഫിറത്തിനെ എനിക്ക് ലഭ്യമാകുവാൻ അനിവാര്യമായ, ദൃഢമാക്കുന്ന നിന്റെ മഗ്ഫിറത്ത് എനിക്ക് കിട്ടുവാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ എന്താണെങ്കിൽ അതും എനിക്ക് തൗഫീക്ക് തരണം. അതും ഈ പറഞ്ഞ പോലെ ഖുർആനിലാണ് നോക്കിയാൽ അള്ളാഹു പറയുന്നുണ്ട്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ കുതിച്ചു പായുവീൻ, മത്സരിച്ച് മുന്നേറുവീൻ എന്ന് പറയുന്നുണ്ട്. റബ്ബിന്റെ
പിന്നെ മഗ്ഫിറത്ത് നമുക്ക് കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ പറയുന്നുണ്ട്. ഏതൊക്കെ കാര്യം ചെയ്താൽ നമുക്ക് മഗ്ഫിറത്ത് കിട്ടും? ഒരുപടി വിഷയങ്ങൾ നമ്മൾ കേട്ടവരാണ്. ധാരാളം വിഷയങ്ങളുണ്ട് അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് കിട്ടുന്നത്. മഗ്ഫിറത്ത് നിങ്ങൾക്ക് കിട്ടും എന്നിങ്ങനെ പറയുന്ന ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. അപ്പോൾ മഗ്ഫിറത്ത് കിട്ടാൻ ഒന്നാമത് വേണ്ട എന്താണ്? മഗ്ഫിറത്ത് കിട്ടാൻ നമ്മൾ തൗബയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. നമ്മളെ പാപം പൊറുക്കാൻ എന്താ വേണ്ടത്? അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അപ്പോഴാണ് മഗ്ഫിറത്ത് കിട്ടുക. തൗബ സ്വീകരിക്കപ്പെടണം, അതിൽ തൗബ അധികരിപ്പിക്കണം. ദിവസവും നമ്മൾ തൗബ അധികരിപ്പിക്കണം. ഏതെങ്കിലും ഒരു കാലത്തെ മാസത്തിലോ മാത്രമൊന്നുമല്ല. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ എത്രയോ തവണ നമ്മൾ അള്ളാഹിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്നുണ്ട്. അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു, നമ്മൾ പഠിച്ചില്ലേ? എത്ര തവണ നമ്മൾ മഗ്ഫിറത്തിനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മഗ്ഫിറത്തിനെ എനിക്ക് അനിവാര്യമാക്കുന്ന, അത് ദൃഢമായി എന്നിൽ റബ്ബിൻ്റെ ആ മഗ്ഫിറത്ത് വന്നു ചേരുന്ന നിലക്കുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൃത്യമായി തൗബ ചെയ്യാനും. പിന്നെ കുറേ അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന കുറേ നമ്മൾ ഇവിടെ കേട്ട് കഴിഞ്ഞു. ഒരുപാട് ദിക്റുകൾ, ദുആകൾ പറഞ്ഞു. അതൊക്കെ ചൊല്ലിയാൽ സമുദ്രത്തിലെ നുരയോളവും പതയോളവും അവൻ്റെ പാപങ്ങളുണ്ടെങ്കിൽ പൊറുക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ജുമഅ മറ്റൊരു ജുമഅക്കടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വെക്കുന്ന സ്റ്റെപ്പുകൾ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മഗ്ഫിറത്തിൻ്റെതായ ഒരുപാട് ഇടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാർക്ക് കിട്ടാനുള്ളത് മഗ്ഫിറത്താണ്. ഹജ്ജ് കൃത്യമായി നിർവഹിച്ചവർക്ക് കിട്ടാനുള്ളത് മഗ്ഫിറത്താണ്. ഒക്കെ ഈ വിഷയത്തിൽ അവൻ ഉമ്മ പ്രസവിച്ച 1-ാം തീയതിയിലെ പോലെ ശുദ്ധ മനസ്കനായി അവൻ തിരിച്ചു പോരും എന്നല്ലേ ഹാജിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ അതിന്റെ കാരണം? മഗ്ഫിറത്ത് കിട്ടി. അപ്പൊ മഗ്ഫിറത്തിനെ എനിക്ക് ദൃഢമാക്കുന്ന റബ്ബേ കാര്യങ്ങളും നിന്നോട് ചോദിക്കുന്നു. അപ്പൊ റഹ്മത്തും കിട്ടണം, മഗ്ഫിറത്തും കിട്ടണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക. 2 കഴിഞ്ഞു. ഇനി ബാക്കി 3-ാമത്തെ എന്താ? വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ. ഓരോ പാർട്ടായിട്ട് പഠിച്ചാൽ മതി. വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ. എന്താ ഇസ്മ എന്ന് പറഞ്ഞാൽ? കുറ്റം. സലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷ. നമുക്ക് എല്ലാവർക്കും അറിയാം. സലാമത്താക്കട്ടെ, അള്ളാഹ് സലാമത്താക്കട്ടെ, ഒക്കെ സലാമത്തായിക്കോളും എന്ന് നമ്മൾ സാധാരണ പ്രയോഗത്തിൽ പറയുന്നൊരു വേർഡാണിത്. അപ്പൊ വസ്സലാമത്ത, ഞാൻ നിന്നോട് ചോദിക്കുകയാണല്ല എന്തിനേയും. വസ്സലാമത്ത, രക്ഷയെ ചോദിക്കുന്നു. എന്തിൽ നിന്നുള്ള രക്ഷ? മിൻ കുല്ലി ഇസ്മിൻ. ഏതൊക്കെ ഇസ്മുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, തെറ്റുകളുണ്ടോ, അള്ളാഹ് നിനക്ക് പൊരുത്തല്ലാത്ത ഏതൊക്കെ പാപങ്ങളുണ്ടോ, അത് ഏതോ ആകട്ടെ, ചെറുതാവാം വലുതാവാം, ഏത് പാപങ്ങളുണ്ടോ ആ പാപങ്ങളിൽ നിന്നെല്ലാം നീ എനിക്ക് സുരക്ഷ തരണം. ആ പാപങ്ങളൊന്നും ഞാൻ ചെയ്യാതെ അതിനൊക്കെ എനിക്കൊരു കാവല് തരണം. അതാണ് സലാമത്ത്. സലാമത്ത മിൻ കുല്ലി ഇസ്മിൻ. എല്ലാ പാപത്തിൽ നിന്നും നീ എനിക്ക് സലാമത്ത്, രക്ഷ തരണം. ഇതാണ് 3-ാമതായി ചോദിക്കുന്നത്. 4-ാമത്തെ ചോദ്യം എന്താണ്? വൽ ഗനീമത മിൻ കുല്ലി ബിർറിൻ. ബിർറ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇസ്മിന്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ കുല്ലി ഇസ്മിൻ എന്ന് പറഞ്ഞില്ലേ, അതിന് നേരെ എതിരാണ് കുല്ലി ബിർറിൻ, എല്ലാ പുണ്യവും. അപ്പൊ മിൻ കുല്ലി ബിർറിൻ എന്ന് പറഞ്ഞാലോ എല്ലാ പുണ്യവും. എങ്ങനെ? വൽ ഗനീമത, അവിടെ വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ ഞാൻ ചോദിച്ചത്. എല്ലാ ഇസ്മിൽ നിന്നും രക്ഷയാണ് കൊടുക്കേണ്ടത്, തരേണ്ടത്. ഇവിടെയോ വൽ ഗനീമത, എനിക്ക് നേടിയെടുക്കാൻ പറ്റണം. മിൻ കുല്ലി ബിർറിൻ, എല്ലാ പുണ്യത്തിൽ നിന്നും, എല്ലാ പുണ്യവും എനിക്ക് നേടിയെടുക്കാൻ പറ്റണം. വാസ്തവത്തിൽ ആ പദപ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ. വൽ ഗനീമത്ത എന്ന് പറഞ്ഞാൽ ഇത് ഗനീമത്ത്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നമ്മളൊക്കെ അറിയുന്ന ഗനീമത്ത് ഏതാണ്? ഇസ്ലാമും കുഫറും തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധങ്ങളിൽ ശത്രുപക്ഷത്തിൽ നിന്ന് അവർ വിട്ടേച്ചു പോയതോ അവരിൽ നിന്ന് ഇങ്ങോട്ട് ജയിച്ചടക്കുന്നതോ ആയ സമ്പത്ത്, അതാണല്ലോ യുദ്ധ സമരാർജിത സമ്പത്ത് എന്നറിയപ്പെടുന്നു. ഗനീമത്ത് സ്വത്ത് വലിയ വാല്യൂ ആണല്ലോ അതിനുള്ളത്, കാരണം അധ്വാനിച്ച് നേടിയെടുക്കുന്നതല്ലേ. അപ്പൊ വൽ ഗനീമത മിൻ കുല്ലി ബിർറിൻ, എല്ലാ നന്മകളിൽ നിന്നും നല്ലോണം അധ്വാനിച്ച് നേടിയെടുക്കാൻ എനിക്ക് പറ്റണം, ആണ് വൽ ഗനീമ എന്ന് പ്രയോഗിച്ചത്. ഏത് ബിർറ് ചെയ്യണമെങ്കിലും അധ്വാനം ഉണ്ട്. ബിർറ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല അധ്വാനമുണ്ട്. നന്മകൾ നമുക്ക് എത്ര അറിയാം, ഏതൊക്കെ ബിർറുകളുണ്ട്. നമുക്കറിയാത്തതുകൊണ്ടാണോ നമ്മൾ നന്മ ചെയ്യാത്തത്? അല്ല, പലപ്പോഴും അലസതയാണ്.
അലസതക്കെതിരെ പ്രാർത്ഥിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ച ദുആ നമ്മൾ മറക്കരുത്. അപ്പൊ ബിർറുകൾ നമുക്ക് ഒരുപാട് അറിയാം, ഒരുപാട് ബിർറുകൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ പരന്നു കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ എത്രത്തോളം പെറുക്കിയെടുത്ത് നമ്മുടേതായ നന്മയുടെ കാലിച്ചാക്കിന്റെ ഉള്ളിൽ നിറച്ച് പരലോകത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കുന്നുണ്ട് എന്നുള്ളതാ ചോദ്യം. പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ അലസത, താല്പര്യമില്ലായ്മ, കഴിവില്ലായ്മ പോലെ പലതും ഉണ്ടാകും. റബ്ബേ അതൊന്നുമില്ലാതെ നല്ലോണം അധ്വാനിച്ചിട്ട് നേടിയെടുക്കണതാണല്ലോ ഈ ഗനീമത്ത്, സമരാർജിത സമ്പത്ത് എന്ന് പറയുന്നത്. അതേപോലെ വൽ ഗനീമത മിൻ കുല്ലി ബിർരിൻ, എല്ലാ പുണ്യത്തിൽ നിന്നും നന്നായി എനിക്ക് നേടിയെടുക്കാൻ അതിനുള്ളൊരു തൗഫീഖ് നീ എനിക്ക് തരണം ആണ് നാലാമതായി ചോദിച്ചത്. എല്ലാം നന്മ. അഞ്ചാമത്തെ ചോദ്യം വൽ ഫൗസ ബിൽ ജന്നതി, സ്വർഗം കൊണ്ടെനിക്ക് വിജയിക്കാനാവണം. ഫൗസ്, ഫൗസ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയം. ഏറ്റവും വലിയ വിജയം സ്വർഗത്തിൽ പ്രവേശിക്കലാണ്. ഫമൻ സുഹസിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ. അല്ലാഹ് വളരെ കൃത്യമായി പറഞ്ഞതാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ കൃത്യമായ ഫലം പൂർണ്ണമായി നൽകപ്പെടുക പരലോക നാളിൽ മാത്രമാകുന്നു. ഇവിടെ അതിനുള്ള സംവിധാനവും സെറ്റപ്പ് ഒന്നുമില്ല. നന്മ ചെയ്തവന് അവൻ ചെയ്ത നന്മയുടെ അളവിനനുസരിച്ച് നീതിയോടെ കൂലി കൊടുക്കാനുള്ള സെറ്റപ്പൊന്നും ഇവിടെ ദുനിയാവിലില്ല. തെറ്റ് ചെയ്തവൻ അവൻ്റെ തെറ്റിൻ്റെ തോതനുസരിച്ച് കഠിനമായിട്ടോ എത്ര വേണ്ടതെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു സംവിധാനവും ഭൗതിക ലോകത്തില്ല. ഇത് നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ പിന്നെ ഈ നന്മ ചെയ്തവർക്ക് നീതി കിട്ടണ്ടേ? തിന്മ ചെയ്ത ആളുകൾക്ക്, ആ തിന്മയ്ക്ക് വിധേയമായ ആളുകൾക്ക് നീതി കിട്ടണ്ടേ? ഇതിനൊരു ലോകം വേണ്ടേ? വേണം. അതിനാണ് പരലോകം. അത് കിട്ടുക എന്തുകൊണ്ടാണ്? സ്വർഗം കിട്ടുമ്പോൾ, നിഷേധികൾ നരകത്ത് പോകുമ്പോൾ. അപ്പോൾ അള്ളാഹ് പറയാണ് പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുക പരലോക നാളിലാണ്. എന്നിട്ട് പറയാണ് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ, ആര് നരകത്തിയിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മെ ഒരു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹിനോട് ചോദിക്കുകയാണ് വൽ ഫൗസ ബിൽ ജന്ന. ഒക്കെ തുടക്കത്തിലെ അസ്അലുകയിലേക്കാ മടങ്ങുന്നു കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തുടക്കത്തിൽ പറഞ്ഞു. എന്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? വൽ ഫൗസ ബിൽ ജന്ന, സ്വർഗം കൊണ്ടുള്ള വിജയവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആറാമത്തതും അവസാനത്തതുമായ ചോദ്യം വന്നജാത മിനന്നാർ, നരകത്തിൽ നിന്നുള്ള രക്ഷയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നജാത്ത്, രക്ഷ. മിനന്നാർ, നരകത്തിൽ നിന്നുള്ള രക്ഷയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. 6 കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ വൽ ഗനീമത മിൻ കുല്ലി ബിർരിൻ വൽ ഫൗസ ബിൽ ജന്നതി വന്നജാത മിനന്നാർ. ഇതാണ് ആ പ്രാർത്ഥന. അപ്പം ഇത് നമുക്കും പ്രാർത്ഥിക്കാവുന്ന നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ്.